ഹലോ ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളാട്ടോ ഞാനൊരു പാത്രമൊക്കെ എടുത്തിട്ട് അങ്ങനെ പോവുകയാണ്. മുശിരി തൊട്ടിക്ക് പോകുക കേട്ടോ. നല്ല പഴുത്ത മാങ്ങുണ്ട്, നല്ല നാടൻ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഈ വർഷം ഇതുവരെ മാങ്ങക്കൂട്ടാനൊന്നും വെച്ചിട്ടില്ല, അതായത് മാമ്പഴപ്പുളിശ്ശേരി ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാങ്ങ പെറുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കാട്ടിത്തരാം കേട്ടോ. നമ്മളെ മാവിൻചോടും രാവിലൊക്കെ നിറയെ ചക്കയുണ്ട്. അന്ന് മാങ്ങ ആരെങ്കിലും പെറുക്കിയിട്ടുണ്ടോ? ഇതാണ് നമ്മളെ മാവ്, ഇതാണ് മാവിൻ ചുവട്. എന്താ ഞാൻ ഇവിടെ മൂച്ചീൻ്റെ വീട്ടിലാണ്, ഇപ്പോൾ വരാം. ഇതൊക്കെ ഈ വീട് കണ്ടോ, ഈ വീട്ടിലേക്കാട്ടോ എന്നെ ആദ്യം കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. പിന്നെ ഞങ്ങൾ വേറെ വീട് മാറി താമസിച്ചതാണ്. ഇപ്പോൾ ഇതിലാരും താമസിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിലുള്ളവരൊക്കെ പിന്നെ നമ്മളെ തറവാട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിലേക്കാണ് നമ്മൾ ആദ്യം ഏട്ടൻ്റെ കൂടെ വലത് കാല് വെച്ച് കയറിയത്. ഓക്കെ കേട്ടോ, വീട്ടിലേക്കുള്ള വഴിയായിരുന്നു കേട്ടോ അത്. അങ്ങനെ സ്റ്റെപ്പൊക്കെ ആക്കിയിട്ട് അപ്പോൾ കുറേ മാങ്ങുണ്ട് കേട്ടോ. ഇതുണ്ടോ ചെറിയ അതോ കുത്തിയതാണല്ലോ. ഞാനത് നല്ല മാങ്ങ വിചാരിച്ചിട്ടോ. ഇതുണ്ടോ ചെറിയൊരു തോലുമ്മലൊക്കെ ചെറിയൊരു കറുപ്പൊക്കെ ഉണ്ടാവും, എന്നാലും നല്ലതാണ് കേട്ടോ. നമ്മൾ തോലൊക്കെ പൊളിച്ചിട്ടല്ലേ കറി വയ്ക്കുക. അപ്പം ഇനി ഒക്കെ ഒന്ന് പെറുക്കട്ടെ കേട്ടോ. അപ്പോൾ അതാട്ടോ നമുക്ക് കറി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള മാമ്പഴമൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല കേട്ടോ, എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് വെച്ചിട്ട് നല്ല മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കണം. സൂപ്പർ. ഇതിന് ചിന്നോട്ട് ഭയങ്കര വിളിയുണ്ട്, എന്തിനറിയില്ല. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് തൊലിയൊക്കെ ഒന്ന് കളയട്ടെ കേട്ടോ. അപ്പോൾ ഇപ്പം മാങ്ങയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എത്ര കഴുകിയാലും മതിയാവില്ല കേട്ടോ. കാരണം നമ്മളെ പെരിന്തൽമണ്ണയൊക്കെ നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വവ്വാലിൻ്റെയും ഒക്കെ സഞ്ചാരയാത്രങ്ങളൊക്കെ തന്നെ ആയിരിക്കും നമ്മളെ വീട്ടുപരിസരമൊക്കെ. അപ്പോൾ എത്ര കഴുകിയാലും അതാ പറഞ്ഞിട്ടോ മതിയാവണില്ല എന്ന്. അപ്പോൾ നല്ലോണം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇതുപോലെ അല്ലല്ലോ വെക്കുന്നത്, തോലൊക്കെ കളയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചേൽക്ക് തന്നെയാണ് കേട്ടോ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊടുക്കുന്നത്. നമ്മൾ മാങ്ങേൻ്റെ തോലൊക്കെ നല്ലോണം പൊളിച്ച് അതിൻ്റെ നല്ല നീറ്റാക്കിയിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല നാടൻ മാങ്ങയാണ് കേട്ടോ ഈ മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ ബെസ്റ്റ്. ഇങ്ങനെ ഇനി എല്ലാതും ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ടെടുക്കട്ടെ. പിന്നെ ചിലവരൊക്കെ ഇങ്ങനെ കത്തി കൊണ്ട് തോല് ചെത്തുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഈ തോല് ഇരുമെന്ന് ചീന്തി പറിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതാട്ടോ നമ്മുടെ മാങ്ങയൊക്കെ നല്ലോണം തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര തോലുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത്, അപ്പം ഞാൻ പുറത്താണ് കേട്ടോ കുക്ക് പുറത്തുനിന്ന് ഒരു പാചകം ചെയ്യാന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി തോന്നി. അപ്പം നമ്മളെ വലിയ സ്റ്റൗവൊക്കെ ഇതാക്കണോ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഒരു മൺചട്ടിയിൽ തന്നെ നമ്മളെ മാങ്ങയൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുള്ളത് അതുപോലെ ഉണ്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ മാങ്ങ വേവിക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ കേട്ടോ ഞാൻ 2 പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മാങ്ങയൊക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണേ. നമ്മളെ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാങ്ങക്കാലത്ത് മാങ്ങക്കൂട്ടാൻ വെക്കണം, ചക്കക്കാലത്ത് ചക്കക്കൂട്ടാൻ വെക്കണം, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ മാങ്ങക്കൂട്ടാൻ വെക്കാൻ അറിയാത്തൊരു മാമ്പഴപ്പുളിശ്ശേരി വെക്കാൻ അറിയാത്തവരായിട്ടൊന്നും മിക്കവാറും ആരും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്കൊന്നത് കാട്ടിത്തരാണെന്ന് മാത്രം.
അപ്പോൾ എന്താണെങ്കിലും കുട്ടികൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഞാൻ ഇത് പ്രത്യേകം പറഞ്ഞിട്ടില്ല വെച്ചെങ്കിൽ നിങ്ങൾ ആരും ഇത് ചെയ്യണില്ല, അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചൊന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ മാങ്ങക്കൂട്ടാനൊക്കെ ഇതാക്കണോ പാകത്തിനുള്ള ഉപ്പും വെള്ളവും മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ല ഒതുങ്ങി കിടന്നൊന്ന് വേവട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് ഇതാക്കണോ ഞാൻ അരപ്പിനുള്ള സംഭവങ്ങളൊക്കെ മാറ്റി വെക്കുകയാണ്. അപ്പോൾ വലിയൊരു മുറി തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട്, പിന്നെ എനിക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പച്ചക്കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കറീൻ്റെ ആ ഒരു കളറിനെ ഒന്നുകൊണ്ട് മാറും കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു കളറായി വരും. അരപ്പിൽ എപ്പോഴും മഞ്ഞപ്പൊടി കുറച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ മാങ്ങയൊക്കെ നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നുകൂടി വേവാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി അടച്ചേക്കാം. അപ്പോൾ അതൊക്കെ നമ്മളെ മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അരപ്പ് ഒഴിച്ച് കൊടുക്കാം. അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ തൈര് ഒന്നൊരു മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ശർക്കര ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കര പാനിയാക്കിയത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചെടുക്കുകയാണ്. നമ്മളെ കറിക്ക് കുറച്ച് മധുരം ആവശ്യമാണ്. കണ്ടോ, നമുക്കിത് വാങ്ങി വയ്ക്കാം. ഒന്ന് വറവിടണം കേട്ടോ. വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്താൽ കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സ്റ്റൗ ഓഫാക്കി, അപ്പോൾ കത്തിലുണ്ട്. ഇനി ഇതാ കുറച്ച് ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കഴിക്കാൻ ഭയങ്കര രുചിയാട്ടോ. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കുക. ഉണ്ടാക്കി വെക്കിയിട്ട് എന്തായാലും അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റിലൊന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.